ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് കമൻസിൽ പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ക്ലീനിങ്ങിന് ഒരു എനർജി തോന്നുന്നില്ല, ഭയങ്കര മടി തോന്നുന്നു, ഞങ്ങൾക്ക് വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, അപ്പോൾ അതിൻ്റെ കൂടെ വീട് ഒതുക്കൽ അതൊന്നും ഞങ്ങൾക്ക് നേരമില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു മൂഡില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻസിൽ പറയാറുണ്ട്. അപ്പോൾ എന്തിനാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ഇതാണ് ഇത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമാണോ, അല്ലെങ്കിൽ ഒതുക്കൽ ഇത്രയും പ്രാധാന്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻസിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് റിപ്ലൈ ഞാനിപ്പോൾ തരണേ. അപ്പോൾ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട് എങ്ങനെ ആയിക്കോട്ടെ അത് സ്നേഹിക്കാൻ പഠിക്കുക. ചെറിയ വീടോ വലിയ വീടോ എങ്ങനെ ഇരുന്നോട്ടെ, ആ വീടിനെ സ്നേഹിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ വീടിനെ സൂക്ഷിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ പലരുടെയും മനസ്സിൽ പഴയ വീടാണെങ്കിൽ അത് അത്രയും എന്താ പറയുക ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് എത്ര ഒതുക്കിയാലും ഒന്നും ഒതുങ്ങാൻ പോണില്ല, ഇപ്പോൾ ഈ വീട് ഇത്രയ്ക്കല്ല ഭംഗിയുള്ളത്, എന്നിട്ട് ചെയ്ത് എന്താ കാര്യം, അങ്ങനെ വിചാരിക്കാൻ തുടങ്ങി നമുക്ക് ഒരിക്കലും ആ വീട് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ആ ഒരു ചിന്താഗതി മാറ്റിയപ്പോൾ എൻ്റെ വീടായാലും ഒരു പഴയ മോഡൽ വീടാണ്, കുറച്ച് റിനോവേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ എന്താ പറയുക ഞാനായിട്ടും ഡെക്കറേറ്റീവ് ഐറ്റംസും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് അത് ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ വീട് എങ്ങനെ ഇരുന്നോട്ടെ, ആ വീട് ഒതുങ്ങി കിടക്കുമ്പോൾ തന്നെ പകുതി ഭംഗിയായി എന്നാൽ ഞാൻ പറയുന്നത് ക്ലീനിങ് ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ചെയ്ത് ഭയങ്കര ഭംഗിയിലിരിക്കുക അതല്ല ഞാൻ പറയുന്നത്. നല്ല ഒതുക്കിയിടുക, എപ്പോഴും ഐറ്റംസൊക്കെ നല്ല ഷെൽഫുകളിലൊക്കെ വെച്ച് ഉള്ള പോലെ ഓർഗനൈസ് ചെയ്ത് ഒതുക്കി വെക്കുക. അപ്പോൾ അതുകൊണ്ട് വീടിനെ സ്നേഹിക്കുക. വീടിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഒതുക്കിയിടാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അപ്പോൾ ഇന്ന് പോയിട്ട് നിങ്ങൾ വീട്ടിൽ നോക്കാം നിങ്ങളുടെ വീടിനെ നിങ്ങൾ നന്നായി സ്നേഹിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ പലരുടെ വീട്ടിൽ ചിലപ്പോൾ ചെന്നാൽ കാണാം വലിയ വീടൊക്കെ ആയിരിക്കും, പക്ഷെ അത് വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്താ കാര്യമുള്ളത്. പക്ഷേ ചിലവരുടെ വീട്ടിൽ ചെന്നാൽ കുഞ്ഞു വീടായാലും നല്ല വൃത്തിയിൽ ഒതുങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീടിനെ സ്നേഹിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വൃത്തിയാക്കലും ഒതുക്കലും ഇത്ര പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതാണ്. ആൻഡ് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒതുക്കിയിടലാണ് എൻ്റെ മെയിൻ ഇത്. ഞാൻ പറയുന്നത് ക്ലീൻ ചെയ്ത് തുടച്ച് പൊടിയൊക്കെ ജനലമത്തെ ഫുൾ പോയി ഒരു തരി പൊടി പോലും ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയല്ല ഞാൻ പറയണേ. ഞാൻ പറയുന്നത് ഒതുങ്ങിക്കിടക്കണം, ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം. അതാണ് എനിക്ക് മെയിൻ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കണത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ചിലപ്പോൾ ജോലിക്ക് പോകണവരാവാം, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ളവരാവാം, അല്ലെങ്കിൽ പ്രായമായവരെ നോക്കുന്നവരാവാം. അങ്ങനെ കുറേ ജോലികൾ നമുക്ക് വേറെ പ്രധാനപ്പെട്ടത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടൈം വേസ്റ്റായി പോകുന്നത് നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് കെടുക്കാണ്ടാവുമ്പോൾ പല സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ ടൈം എടുക്കും. ഞാൻ ചിലവരറിയാം ഒരു ഐറ്റം അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് കാണാനില്ല ഒരു ദിവസം മുഴുവൻ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേട്, ബാക്കി ജോലികൾക്ക് നമുക്ക് ടെൻഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ കുക്കിംഗ് ചെയ്യാനും ദൈവമേ എൻ്റെ ആധാർ കാർഡ് ഇങ്ങോട്ട് പോയി എന്ന് ആലോചിച്ചാൽ ടെൻഷൻ. അപ്പോൾ നമ്മൾ എന്തായിട്ടും വെക്കുമ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ മാസ്കറ്റ് വെച്ച് ഓർഗനൈസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് പറ്റണ പോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എപ്പോൾ അന്വേഷിച്ചാലും ആ ഐറ്റം നിങ്ങൾക്ക് കിട്ടണം. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ മോളോട് ഇപ്പോൾ പറയാണ് സെല്ലോ ടൈപ്പ് പോയി എടുത്തിട്ട് ഒന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ അവൾക്ക് അത് എടുക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇന്ന സ്ഥലത്തുണ്ടെന്ന്. അല്ലെങ്കിൽ കുട്ടി പോയിട്ട് അന്വേഷിക്കുമ്പോൾ ആ സാധനം കിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഹെൽപ്പ് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അത് ഓർഗനൈസ് ആയിട്ട് കിടന്നാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും പലർക്ക് പറ്റണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഐറ്റംസ് എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ളവരെന്നെ അത് തിരിച്ച് കറക്റ്റായിട്ടൊക്കെ വെക്കാനാകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അത് പലപ്പോഴും എനിക്കായാലും ചിലപ്പോൾ എൻ്റെ മക്കളെടുക്കും അവിടെ ഇവിടേക്ക് വയ്ക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് എടുക്കും അവിടെ ഇവിടെ വയ്ക്കും, നമുക്ക് ദേഷ്യം വരും. അത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഒരു റിലാക്സിന് വേണ്ടി സ്ട്രെസ് കുറയാൻ വേണ്ടി ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പേഷ്യൻസോട് കൂടി അത് തിരിച്ച് ഞാൻ തന്നെ ഒതുക്കി അങ്ങോട്ട് വെക്കും. കാരണം എനിക്ക് എൻ്റെ ജോലികളിൽ എളുപ്പം തരുന്നത് ഓർഗനൈസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓർഗനൈസിങ്ങിന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഐറ്റംസ് എടുക്കാനും. കാരണം നമുക്കപ്പോൾ ടൈം വേസ്റ്റ് ആവില്ല, ടെൻഷൻ കുറയും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീട് ഒതുങ്ങി കിടക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വൃത്തിയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആ എനർജി ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് ഭക്ഷണം വയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ റൂം ഒതുങ്ങി കിടക്കാറുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നിന്ന് എടുക്കാം റിലാക്സ് ആയിട്ട്, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ പഠിക്കാൻ വേണ്ടി എന്താ പറയുക റൂമിലിരിക്കുമ്പോൾ അത് ഒതുങ്ങി കിടക്കാറുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂം നല്ല വൃത്തിയായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് റൂം നല്ല വൃത്തിയായിട്ട് എടുക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരാണെങ്കിൽ അവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയില്ലേ, നല്ലൊരു റിലാക്സ് ഉണ്ടല്ലേ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എത്ര വലിയ വീടോ ചെറിയ വീടോ അങ്ങനെയൊന്നുമില്ല, അത് ഒതുങ്ങി കിടക്കണം എൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നത്തെ കാര്യമുള്ളത്, എപ്പോഴും റുട്ടീൻസ് ഉണ്ടായിരിക്കുക. അതായത് മെയിനായിട്ടും രാവിലെ ഒരു ക്ലീനിങ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ് റുട്ടീനും വൈകുന്നേരം ഒരു റുട്ടീൻ ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കുക. ഒരു ചിട്ട കാലത്ത് ഒരു അരമണിക്കൂർ നിങ്ങൾ ഐറ്റംസ് ഒതുക്കി വെച്ചാലും മതി. നിങ്ങൾക്കിനി അടിച്ചു വാരി തുടയ്ക്കാൻ പറ്റണില്ല എന്ന് വെച്ചാൽ ഒന്ന് ഒതുക്കിയെങ്കിലും വെക്കുക. ജോലിക്കാരായാലും ഒന്ന് ഒതുക്കി വെക്കുക.
വൈകുന്നേരം വന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി ഒരു അരമണിക്കൂർ നിങ്ങൾ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഐറ്റംസൊക്കെ ജസ്റ്റ് എടുത്തു കൊടുത്തൊക്കെ തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ റുട്ടീൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ടൈം മതി. ഞാനിപ്പോൾ ഡെയിലി ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഫുൾ ടൈം വീട്ടിൽ ക്ലീനിങ് ആണോ? അല്ല, നമ്മൾ തലേദിവസം വൈകുന്നേരം ഒതുക്കിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് അറിയാം, വൈകുന്നേരം ഒതുക്കിയിട്ട് പിന്നെ ആരും ഒന്നും പ്രത്യേകിച്ച് എടുക്കണില്ലെങ്കിൽ രാവിലെ വലിയ കാര്യമായിട്ട് ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഡെയിലി ഒരു 20 മിനിറ്റ് ഒതുക്കാൻ വേണ്ടി തന്നെ എടുത്താൽ തന്നെ നമ്മുടെ വീട് പകുതി വൃത്തിയാവും. പിന്നെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കുക. അത് നമുക്ക് അത് ടൈം അനുസരിച്ച് നമുക്കത് ഡെയിലിയോ ഒന്നരാടോ ഇനിയിപ്പോൾ ജോലിക്കാരാണെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലോ അങ്ങനെ വെച്ചാൽ അത് ഡിസൈഡ് ചെയ്തിട്ട് അത് ചെയ്യാം. പക്ഷേ ഒതുക്കിയിടൽ നിങ്ങൾ റുട്ടീനായിട്ട് എങ്കിലും ചെയ്തിരിക്കണം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വീടല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് 3-4 മാസം എടുത്തു ഐറ്റംസൊക്കെ ഒന്ന് എന്താ പറയുക നോക്കി ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റി ഓർഗനൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് 3-4 മാസം എടുത്തു. 1 വർഷത്തോളം എടുത്തു ഞാൻ വിചാരിച്ച പോലെ ഒന്ന് ഓർഗനൈസ് ആയിട്ട് വരാൻ. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കേടാക്കാതെ അല്ലെങ്കിൽ നശിപ്പിക്കാതെ നോക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം മതി. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നമ്മൾ 2-3 ദിവസമൊക്കെ മടി പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ നമുക്ക് വീണ്ടും ആദ്യം ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയേടാക്കാതെ നോക്കാതെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഏറ്റവും നമുക്ക് ക്ഷമയും പേഷ്യൻസും വേണ്ട കാര്യം. അതിനാണ് നല്ല മെയിൻ്റെനൻസ് കൊടുക്കുക. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, എന്ത് ജോലി ആയാലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഓർഗനൈസ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അമ്മ എന്തോരാ ഇത് ചെയ്യാമെന്ന് ആലോചിച്ച് നമുക്ക് ടെൻഷൻ. നമ്മൾ വീടിൻ്റെ ഓരോ ഏരിയ കാണുമ്പോൾ തന്നെ നമുക്ക് ദൈവമേ ഇതാ ഇവിടെ ഇനി എത്ര സമയം എടുക്കും നേരെയാക്കാൻ, അതൊന്നും ആലോചിക്കണ്ട. ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ മാത്രം വൃത്തിയാക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് തോന്നും വൃത്തിയാക്കാൻ, അത് ചെയ്യണ്ട, അത് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്കപ്പം മടുപ്പാവും. നമുക്ക് മടുക്കരുത്, നമുക്ക് എങ്ങനെയെങ്കിലും ഒതുക്കി എടുത്ത് അത് വൃത്തിയാക്കണം വീട് ഫുള്ള്. അതിന് നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. മടുപ്പ് വന്നാൽ പോയി. അപ്പം നമ്മൾ ഒരു ഏരിയ സെലക്ട് ചെയ്തത് അത് അരമണിക്കൂർ കൊണ്ട് മാക്സിമം വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഏരിയ എടുക്കുക. കുറച്ച് ദിവസം എടുത്തോട്ടെ, സാരില്ല, എന്തായാലും ഇത്ര നാളായിട്ടും വൃത്തിയോടായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് പതുക്കെ സമയമെടുത്ത് ചെയ്താൽ മതി, ഒരു തിരക്കുമില്ല. കാരണം ഇതിപ്പോൾ ആരും സ്ട്രിക്റ്റായിട്ട് എക്സാം ഒന്നും അല്ലല്ലോ, നമുക്ക് സമാധാനത്തിൽ ചെയ്താൽ മതി. അതുകൊണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒതുക്കലും ഓർഗനൈസിങ് ചെയ്യണത്. എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഫാമിലിക്കും കുട്ടികൾക്കും. അവർക്ക് തന്നെയാണ്. അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി നമുക്ക് ക്ലീനിങ് ഓർഗനൈസിങ് ഒക്കെ. അല്ലാണ്ട് ഇതിലും മുഴുവൻ അഡിക്റ്റായിട്ട് ഇത് പിന്നെ ഒരു ടെൻഷനായി മാറരുത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരുടെയും കൂടി ഒരു പോസിറ്റീവ് എനർജിക്കാണ് ഞാൻ ഇത് ചെയ്യണതെന്ന് മനസ്സിൽ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത് ചെയ്യാനുള്ളൊരു എനർജി വരും. അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ മനസ്സിലാക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നോട് മറക്കാതെ പറയാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.